കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. കായംകുളം നഗരസഭാ അങ്കണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പതാക ഉയർത്തി. കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ അങ്കണത്തിൽ രാവിലെ 9-ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പതാക ഉയർത്തി. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഭാരതീയരായ നമ്മളൊക്കെ അഭിമാനം കൊണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതെന്നും വിദ്യാഭ്യാസം, കാർഷിക, വ്യാവസായിക, ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക രംഗങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റമുണ്ടാക്കി മുന്നേറുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അന്നു മുതൽ നമ്മൾ ഇന്ത്യയുടെ പരമാധികാരവും സ്വാതന്ത്ര്യവും ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ നമ്മളൊക്കെ ഇന്ന് ഈ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നതിന് ഒട്ടനവധി പേരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ്. മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള നേതാക്കന്മാർ നയിച്ച് ഒട്ടനവധി പേരുടെ രക്തം ചൊരിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വതന്ത്ര ഭൂമിയിൽ നിൽക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഇതിൻ്റെ പരമാധികാരവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയാണ്. ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഏറെ ബഹുമാന്യനും ബുദ്ധി രാക്ഷസനുമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ അംബേദ്കറാണ്. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, കൗൺസിലർമാരായ ആർ ബിജു, സൂര്യ ബിജു, അൻസാരി, സുകുമാരി, ഗംഗാദേവി, ഷിമിമോൾ, രഞ്ജിതം, അംബിക, നഗരസഭാ സെക്രട്ടറി സനിൽ, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ, ജെ എച്ച് ഐമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.